നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനം ഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വി ഡി സതീശൻ ആരാണ്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് വി ഡി സതീശൻ ആരാണ്, അത് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു. ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട വീഡിയോ കടിയിൽ വരുന്ന ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ ഒരു പത്രസമ്മേളനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഉരുകി തീർന്നു കാണും. അത്ര ഗംഭീരമായിരുന്നു പത്രസമ്മേളനം. ചിരിച്ചുകൊണ്ടാണ് സതീശൻ കൊടുക്കാൻ ബാക്കി വച്ചിട്ടുള്ള പണികളൊക്കെ കൊടുത്തത്. പക വീട്ടാനുള്ളത് തന്നെയാണ്, എന്നാൽ ഒരിക്കലും പക വീട്ടുന്നതല്ല എന്ന് പറഞ്ഞാണ് സതീശൻ കൊടുക്കാനുള്ളത് പരമാവധി കൊടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വൈരാഗ്യം തീർക്കുന്നതൊന്നുമല്ല. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു ഉത്തരവനുസരിച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ പോലീസുകാർക്കെതിരെ അന്വേഷണം നടത്തണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം നമ്മൾ അന്വേഷിക്കണ്ടേ? ഇല്ലെങ്കിൽ കോടതി ഉത്തരവ് മാനിക്കാതിരിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് സതീശൻ പത്രക്കാരോട് ചോദിച്ചത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ നിയോഗിച്ച കാര്യം സതീശൻ ഇന്ന് പത്രക്കാരോട് പറയുകയായിരുന്നു. മറക്കാൻ കഴിയുന്നില്ല ആ കാര്യങ്ങളൊന്നും എന്നാണ് സതീശൻ പറഞ്ഞത്. സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനം, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ എത്രമാത്രം ആ പ്രവർത്തകർ സതീശനെ ഇഷ്ടപ്പെടുന്നു, സതീശൻ അവർക്ക് ആരാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ ഗംഭീരമായിരുന്നു. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രോട്ടേം സ്പീക്കറെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. അമ്പലപ്പുഴ MLA ജി സുധാകരനെ പ്രോട്ടേം സ്പീക്കറായി ചുമതല ഏൽപ്പിച്ചു, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നൊരു പ്രഖ്യാപനം സതീശൻ നടത്തി. എന്താണ് ഈ പ്രോട്ടേം സ്പീക്കർ? അദ്ദേഹത്തിന്റെ ചുമതല എന്താണ്? സ്പീക്കർ വരുന്നത് വരെ സഭാ നടപടികൾ ഈ പ്രോട്ടേം സ്പീക്കറാണ് നിർവഹിക്കുക. അതായത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റ് MLA-മാർക്കൊക്കെ സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് സീനിയർ ആയിട്ടുള്ള ഈ ഒരു പ്രോട്ടേം സ്പീക്കറാണ്. അദ്ദേഹം ചൊല്ലിക്കൊടുക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഏറ്റുചൊല്ലണം. സാറേ എന്ന് വിളിച്ച് സുധാകരന് മുന്നിൽ പിണറായി വിജയനും വന്ന് നിൽക്കണം. അതാണ് ഈ പ്രോട്ടേം സ്പീക്കറുടെ പണി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയൻ ജി സുധാകരനെ ചെറ്റെ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ ചെറ്റത്തരം കാണിച്ചു എന്ന ഒരു പരാമർശം പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുള്ള മറുപടി അന്ന് തന്നെ ജി സുധാകരൻ കൊടുത്തിരുന്നു. എന്തായാലും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ചെറ്റെ എന്ന് വിളിച്ച ആ വ്യക്തി സുധാകരന് മുന്നിൽ വന്നു നിൽക്കുന്നു, സുധാകരൻ ചൊല്ലിക്കൊടുക്കുന്ന സത്യവാചകം ചൊല്ലുന്നു. അത്തരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു കൊടുത്തു. ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ അത്തരത്തിലൊരു തീരുമാനമെടുത്തു എന്നുള്ളതാണ്. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പിണറായി വിജയനാണ് നേതാവ് എന്ന് പറഞ്ഞ് വേറെ ആരും ഞങ്ങളുടെ പക്ഷത്തില്ല, പ്രതിപക്ഷ നേതാവാകാൻ എന്ന് പറഞ്ഞ് ചാനലുകളിലൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഉരുകിത്തീരുന്ന ഒരു പ്രഖ്യാപനമായി പോയി, വല്ലാത്ത ഒരു ചെയ്ത്തായി പോയി സതീശൻ ചെയ്തത്. ഇതെല്ലാം പറയുമ്പോഴും സതീശൻ ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടാണ് സതീശൻ ഈ പണിയൊക്കെ കൊടുക്കുന്നത്. ഏതായാലും ഗംഭീരമായി ആദ്യത്തെ പത്രസമ്മേളനം തന്നെ ഗംഭീരമാക്കി, ഒരു സംഭവമാക്കി എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല.